നമസ്കാരം. ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. പുത്തൻപേടിയ സെയിന്റ് ആന്റണീസ് ഇടവകയുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സെയിന്റ് തോമസ് ദിനത്തിൽ പ്രതിഷേധ ധർണയും ഒപ്പുശേഖരണവും നടത്തി. ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, ജൂലൈ 3 അവധി ദിനമായി പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഭീമഹർജിയിൽ ഒപ്പിട്ട് ഉദ്ഘാടനം നടത്തി. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറേൻ അധ്യക്ഷനായി. സഹവികാരി ഫാദർ ജോബിഷ് പാണ്ഡിയാമാക്കൽ, കൈക്കാരൻ വില്ലി പട്ടത്താനം, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ CL ജോബി, ലൂയിസ് താണിക്കൽ, ജേക്കബ് തച്ചിൽ, ജെസി വർഗീസ്, ഷാലി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഷാജു മാളിയേക്കൽ, AP ജോസ്, ജിയോ കെ മാത്യു, CC ജോസഫ്, ആൽഡ്രിൻ ജോസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, ആൻഡോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിൽ ന്യൂനപക്ഷ അവകാശ ദിനം പ്രഖ്യാപനവും യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി പതാക ഉയർത്തലും പള്ളി വികാരി ഫാദർ സിജോ കാട്ടുകാരൻ നിർവഹിച്ചു. അവകാശ ദിന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മന്ത്രിക്ക് നൽകാനുള്ള ഭീമഹർജിക്കായി ഒപ്പുശേഖരണവും സംഘടിപ്പിച്ചു. കൈക്കാരൻ ജീസൻ തട്ടിൽ, KCYM യൂണിറ്റ് പ്രസിഡന്റ് നിജോബ് തട്ടിൽ, അതിരൂപത പാസ്റ്റർ കൗൺസിൽ പ്രസിഡന്റ് റീന ഷാജു എന്നിവർ നേതൃത്വം നൽകി. എടത്തിരുത്തി വെസ്റ്റ് SNVLP സ്കൂളിൽ വായന വാരാചരണ സമാപന സംഗമം സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. ലോക പുസ്തകോത്സവമുണ്ട്. ലോക പുസ്തകോത്സവം നടക്കുന്നത് ഷാർജയിലാണ്. ആ ഷാർജയിലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള പുസ്തകങ്ങളും എഴുത്തുകാരും ആളുകളൊക്കെ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ഷാർജ ഒരു മലയാളി അസോസിയേഷൻ എന്നെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ് ഷാർജയിലേക്ക്, ഈ പുസ്തകോത്സവത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ 15 പുസ്തകങ്ങളും എൻ്റെ വീട്ടിലിപ്പോൾ 1600 ചില്ല പുസ്തകമുണ്ട്. 1600 ചില്ല പുസ്തകങ്ങൾ ഇപ്പോൾ എൻ്റെ വീട്ടിലുണ്ട്. ആ പുസ്തകങ്ങളും ഞാനുമായിട്ട് പുസ്തകോത്സവത്തിൽ പങ്കെടുക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കുണ്ടാവണം. ദിനാർ കുട്ടമംഗലം അധ്യക്ഷനായി. അധ്യാപകരായ നിമ്മി, സന്ധ്യ, ഗീജ, ഗ്രീഷ്മ, നീലിമ, അഞ്ജു, നിജി, സിമി അജയൻ എന്നിവർ സംസാരിച്ചു. ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ കൈമാറിയ ബാപ്പു വലപ്പാടിനെ ചടങ്ങിൽ ആദരിച്ചു. അറിവിന്റെ വഴിയിൽ ഉയർച്ച തേടുന്നവർ വായനയെ ചേർത്ത് പിടിക്കണമെന്നും വിദ്യാർത്ഥികൾ വായിച്ചും വായിപ്പിച്ചും വായനയെ പ്രോത്സാഹിപ്പിക്കണമെന്നും ബാപ്പു വലപ്പാട് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. നമ്മൾ എന്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര പണം സമ്പാദിച്ചിട്ടും കാര്യമില്ല, കോടികൾ സമ്പാദിച്ചിട്ടും കാര്യമില്ല. മനുഷ്യ മനസ്സ് നന്നാവണം. ഈ സമ്പന്നതയിൽ നിന്ന് വളർന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ സമ്പത്ത് ആവശ്യമാണ്. അത് മറ്റുള്ള പാവപ്പെട്ടവർക്കും കൂടെ ഗുണകരമായിട്ടായിരിക്കണം. കാരണം നമ്മളൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലാണ് അവസാനിക്കുക. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മനസ്സ് മനുഷ്യനുണ്ടാവണം. സ്നേഹത്തിൻ്റെയും നന്മയുടെയും മനസ്സുണ്ടെങ്കിൽ അവിടെ ദൈവാനുഗ്രഹം ഉണ്ടാവും. ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക, ജൂലൈ 3 സെന്റ് തോമസ് ദിനം അവധി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൃശൂർ അതിരൂപതയുടെ ആഹ്വാനപ്രകാരം വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ അവകാശ ദിനം ആചരിച്ചു. ദിവ്യബലിക്ക് ശേഷം ചേർന്ന യോഗം വികാരി ഫാദർ ജെൻസ് തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് 1000-ലധികം പേരുടെ ഒപ്പുശേഖരണം നടത്തുകയും തൃശൂരിൽ നടക്കുന്ന അവകാശ ദിന റാലിയും ധർണയും വിജയിപ്പിക്കാൻ തീരുമാനിച്ചു. കൈക്കാരന്മാരായ ANG ജെയ്ക്കോ, ഫെന്നി ഫ്രാൻസിസ്, ഷാജി ചാലിശ്ശേരി, PRO എബി ഫ്രാൻസിസ്, കുടുംബ കൂട്ടായ്മ കൺവീനർ ജെയിംസ് എലുവത്തിങ്കൽ, കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. എടമട്ടം ലയൺസ് ക്ലബ്ബ്, കഴിമ്പ്രം VPM SNDP HSS വിദ്യാലയത്തിലെ NSS JRC യൂണിറ്റിന്റെ സഹകരണത്തോടെ 5 സർവീസ് പ്രൊജക്ടുകൾ നടപ്പാക്കി. പ്രകൃതി സംരക്ഷണം, പ്രമേഹ രോഗ പ്രതിരോധം, കുട്ടികളിലെ ക്യാൻസർ, വിഷൻ, വിശപ്പുരഹിത പദ്ധതി എന്നിവയ്ക്കുള്ള വസ്തുക്കളാണ് കൈമാറിയത്. ലയൺസ് റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത അധ്യക്ഷനായി. സോണൽ ചെയർപേഴ്സൺ വ്യാസബാബു, എടമട്ടം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുമോ ധരണേഴത്ത്, ക്ലബ്ബ് സെക്രട്ടറി ദിനേശ്, കൃഷ്ണ ജയസിംഗ്, PN സുജിന്ദ്, പ്രധാനാധ്യാപിക M ബീന ടി രാജൻ, MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, ബിജോയ് നാഥ്, ഹിത, അൽമീനു, ഷാരോൺ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ 87-88 SSLC ബാച്ച് മെമ്മറീസ് ഗ്രൂപ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഹ്രസ്വചിത്ര പ്രദർശനവും വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂൾ ജൂബിലി ഹാളിൽ നടന്നു. മെമ്മറീസ് ഗ്രൂപ്പ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ഗ്രൂപ്പിൽ നിന്നും നറുക്കിട്ടെടുത്ത 5 പേർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും ഗ്രൂപ്പ് അംഗങ്ങൾ തന്നെ എഴുതി നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ ഷോയും
ജയചന്ദ്രൻ വലപ്പാടിന്റെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് അംഗങ്ങളുടെ സംഗീതാലാപനവും ഉണ്ടായിരുന്നു. സുനിൽകുമാർ അധ്യക്ഷനായി. സ്മിത, അബ്ദുൾ റഷീദ്, ബഷീർ, ഷക്കീൽ, കണ്ണൻ, അലി, ഷീജ, സനില, മനേഷ് എന്നിവർ സംസാരിച്ചു. ഷോർട്ട് ഫിലിം ഷോ അബ്ദുൾ റഷീദ് സ്വിച്ച് ഓൺ ചെയ്തു. ശോഭ, വിനീത്, പ്രകാശ്, ബിജോയ്, മണികണ്ഠൻ, രശ്മി തുടങ്ങിയവർ ഷോർട്ട് ഫിലിം അനുഭവം പങ്കുവച്ചു. നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫാമിലി എന്താണെന്ന് ദൈവം അല്ലെങ്കിൽ വേറൊരു ശക്തി തീരുമാനിച്ചതാണ് നമ്മുടെ സഹോദരങ്ങൾ. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ സഹപാഠികൾ നമ്മളെല്ലാവരും സുഹൃത്ത് ബന്ധത്തിനപ്പുറം ഒരു കുടുംബം തന്നെയാണ്, കുടുംബം പോലെയാണ്. കാരണം ഞാൻ നിങ്ങളെ ചൂസ് ചെയ്തതല്ല, നിങ്ങളെല്ലാവരും എൻ്റെ സഹപാഠികളായിട്ട് വേറൊരു ശക്തി ദൈവം ചൂസ് ചെയ്തതാണ്. അത് ആർക്കത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നതല്ല. നമ്മൾ ഏത് രീതിയിലാണെങ്കിലും, ഏത് രീതിയിൽ എത്തപ്പെട്ടവരാണെങ്കിലും, ഏത് രീതിയിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും വലപ്പാട് എന്ന ആ സമയത്ത്, വലപ്പാട് എന്ന ഈ സ്ഥലത്ത് ഇതിനൊക്കെ വരുമ്പോഴും ഭയങ്കര കണക്ഷനാണ്. എല്ലാ ആൾക്കാരും കാണുമ്പോൾ, പ്രത്യേകിച്ച് സുഹൃത്ത് നമ്മുടെ സഹപാഠികളെ കാണുമ്പോൾ. കഴിഞ്ഞ പ്രാവശ്യം ഈ പരിപാടി മിസ്സാക്കി ഭയങ്കര വിഷമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.